കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കമ്മീഷന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. കമ്മീഷനിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ബിഷപ്പ് പറഞ്ഞു. മുനമ്പം നിവാസികളെ നിയമപരമായി എങ്ങനെ സഹായിക്കാമെന്ന് സർക്കാരിന് ശുപാർശ നൽകുകയാണ് തന്റെ ദൗത്യമെന്നും അത് ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അറിയിച്ചു. ഫെബ്രുവരിയിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 4-ന് മുനമ്പം സന്ദർശിച്ച് തദ്ദേശവാസികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അവർക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അറിയിച്ചു. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ, കടപ്പുറം വേളാങ്കണ്ണി മാതാ പള്ളി വികാരി ഫാദർ ആന്റണി സേവ്യർ തറയിൽ CP, ഭൂസംരക്ഷണ സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി എന്നിവർ ബിഷപ്പിനൊപ്പമുണ്ടായിരുന്നു. 114 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളവും മാത്രമേ ഉണ്ടായിരുന്നു. അത് എൻഗൾമെന്റ് സീവാള് വന്നതിന് ശേഷം പെർമനന്റ് ആയിരുന്നു. ഒരു വിഭാഗം മനുഷ്യർ കൺസെപ്റ്റ് ജീവകാരൻ്റെ പ്രവർത്തനം കടപ്പുറത്തിന് ഒരാളെ ജീവകാരൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ അർത്ഥശുദ്ധി ഒബ്ജക്റ്റീവ് നിർദ്ദേശം തന്നെ ഇതാണ്. ക്ലാരിറ്റിയാണ്, ക്ലാരിറ്റിയാണ് സംരക്ഷിക്കാനുള്ള ക്ലാരിറ്റിയായിട്ട് എന്ത് തോന്നും. ആണ് വകുപ്പാണെങ്കിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നടത്തിനനുസരിച്ചിട്ട് 75-ൽ വരുമ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ വകുപ്പ് എന്നൊരു വാക്ക് പോലും അത് കുറിക്കുന്നു. ആ ഇഷ്യൂവിൽ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് വഖഫാണോ ഇല്ലെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നിയമാനുസൃതമായിട്ട് കോടതിയിലും ട്രൈബ്യൂണലിലും കൊടുത്തേക്കുന്ന അധികാരങ്ങളെ മാറ്റാനായിട്ട് ഗവൺമെൻറ്റിനോ ഒരു കമ്മീഷനോ സാധിക്കില്ല. പിന്നെ കമ്മീഷൻ്റെ ശുപാർശയ്ക്ക് വളരെ പെർസ്വേസീവായിട്ടുള്ള എഫക്റ്റാണ്. അത്രയുള്ള കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷനാണ്. അപ്പം കാര്യകാരണങ്ങൾ ഉൾപ്പെടെയാണ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത്.